എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് കുറേ സാധനങ്ങൾ ഇരിക്കുന്നില്ലേ, എന്തൊക്കെയാണ് ഇതൊക്കെ വെച്ചേക്കുന്നതെന്നായിരിക്കും ആലോചിക്കുന്നത്. പിന്നെ ഞാൻ പണ്ടൊരു കറ്റാർ വാഴ കാണിച്ചില്ലായിരുന്നോ, കണ്ടില്ലേ? ആ കറ്റാർ വാഴയൊക്കെ വളർന്ന് ഞാൻ എണ്ണയ്ക്കൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും താണ്ട വലുതായിട്ട് നിൽക്കുകയാണ്, കണ്ടില്ലേ? ഇത് തണ്ട് നല്ല വനമാണ്. ഇത് എൻ്റെ സുലഭ ചേച്ചിക്ക് കൊടുക്കാൻ നിർത്തിയേക്കുക കേട്ടോ. സുലഭ ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരി. ചോദിച്ചിട്ട് അന്ന് ഒരു തൊട്ടം എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് ഇച്ചിരിയും കൂടി ഒന്ന് വിളയിട്ട്, കാരണം ഇതിനകത്ത് മാതളം കുറവായിരിക്കും അന്ന്. ഇപ്പം നല്ല കനമായി. അത് കൊടുക്കാനായിട്ട് നിർത്തിയേക്കുക കേട്ടോ. ഇനി വരുമ്പോൾ ഞാൻ കൊടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ്. തേങ്ങാച്ചോറ് കുറേ ആൾക്കാർ തേങ്ങാച്ചോറ് അങ്ങനെ വയ്ക്കത്തില്ല. എല്ലാവരും നാരങ്ങാച്ചോറ്, തക്കാളിച്ചോറൊക്കെ സാധാരണ വയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ അരി തന്നെ കേട്ടോ, പുഴുക്കലരി തന്നെ ചോറിനെടുത്തേക്കുന്നത്. ഈ വ്യത്യാസം എന്ന് വെച്ചാൽ സാധാരണ പുഴുക്കലരി ബിരിയാണി റൈസൊക്കെ ആണെങ്കിൽ നമുക്കത് തേങ്ങാപ്പാലിനകത്ത് തന്നെ വെച്ചെടുക്കാം. പക്ഷേ ഇത് സാധാരണ പുഴുക്കലരി ആയതുകൊണ്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. എന്നിട്ട് വേണം ഈ തേങ്ങാപ്പാലിനകത്ത്. അപ്പോൾ ഒറ്റ തേങ്ങാപ്പാലിനകത്ത് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇത് രണ്ടാം പാലിനകത്ത് നമ്മൾ വേവിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഒറ്റ തിളപ്പിന് ഒന്ന് വേവിച്ച് വെച്ചേക്കുകയാണ്, കണ്ടില്ലേ? നല്ലോണം വെന്തിട്ടില്ല. ഇനി ഈ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് ഒന്ന് വേവണം, അത്ര മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ 1 ഗ്ലാസ് അരി, ഒരാൾക്കും വേണ്ടി മാത്രമുള്ള ചോറാണ് കേട്ടോ. ഇത്രയും വേണ്ട, എന്നാലും 1 ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ നമ്മുടെ തേങ്ങാപ്പാൽ 1.5 ഗ്ലാസ് തേങ്ങാപ്പാലുണ്ട്. അത് 1-ാം പാൽ മാത്രമാണ് കേട്ടോ. പിന്നെ അതിനകത്ത് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് പൊടിയാട്ടരിഞ്ഞ ഇഞ്ചി, അതേപോലെ പൊടിയാട്ടരിഞ്ഞ വെളുത്തുള്ളി, അതേപോലെ പച്ചമുളക്, എരിയില്ലാത്ത മുളകായത് കേട്ടോ. പിന്നെ പൊട്ടുകടല, കശുവണ്ടി, മുന്തിരിങ്ങ, പിന്നെ ഒരു സവാള ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഈ സവാള നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്ത് കോരി വയ്ക്കുമല്ലോ, അതേ കണക്ക് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പലേണ്ടി കേട്ടോ, കപ്പലേണ്ടി തൊലിയോടുകൂടി തന്നെ ഇടണം കേട്ടോ. ഇതൊക്കെ ഇനി ഒന്ന് ചൂടാക്കണം. പിന്നെ നമുക്ക് വേണ്ടത്, ഇത് ചോറിൻ്റെ കൂടെ ചോറ് കഴിക്കാൻ എടുക്കുമ്പോൾ മാത്രം കൊടുക്കുന്ന ഈ ചോളമാണ് ഇത് കേട്ടോ. ചോളം പുഴുങ്ങി ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത് കേട്ടോ, കണ്ട ചോളം. ഇത് ചോറ് കഴിക്കാൻ നേരത്ത് മാത്രമേ അതിൻ്റെ ഒരു ഡെക്കറേഷൻ പോലെ ആക്കിയിട്ട് കൊടുക്കാൻ. പിന്നെ അതേപോലെ തന്നെ തേങ്ങയും കുറച്ചിട്ടിടണം. പിന്നെ വേണ്ടുന്നത് കറിവേപ്പില, മല്ലിയില വേണ്ടുന്നവർക്ക് ഇടാം. ഇവിടെ ഇപ്പോൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. നമുക്ക് ആദ്യമേ ഈ കപ്പലേണ്ടി, പൊട്ടുകടല, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വറുത്ത് കോരി വെക്കണം. ഓക്കെ, നമുക്കതൊക്കെ ഒന്ന് വറുത്ത് പോരാം. ഇത് ഞാൻ സവാള വറുത്ത വെളിച്ചെണ്ണയാണ്, അതിനകത്തോട്ട് നമുക്ക് കപ്പലേണ്ടി ഇടാം. കപ്പലേണ്ടി കുറച്ചധികം ഇട്ടു, നല്ലതാണ് കഴിക്കാൻ. കപ്പലേണ്ടി, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പൊട്ടുകടല, ഇത് രണ്ടും കൂടെ ഒന്ന് ചുമക്ക വറുത്തെടുക്കണം. ഒന്ന് വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കാം. അതിലൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ചോറിന് ഉപ്പിടാതെ വേവിച്ച് വെച്ചേക്കുന്നത്. ഇനിയാണ് ഉപ്പിടുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കണം. ഈ തേങ്ങാപ്പാൽ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചോറിടണം. തേങ്ങാപ്പാൽ തിളച്ച് കഴിഞ്ഞാൽ തിരുവിരിപ്പായി പോവും. അതുകൊണ്ട് ചോറ് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ചോറിടണം. ഇപ്പോൾ ചോറിട്ടിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ നല്ലോണം വറ്റിയെടുക്കണം. വെള്ളം ഒന്നും ചേർക്കണ്ട. ഈ തേങ്ങാപ്പാൽ 1-ാം പാലിനകത്ത് തന്നെ ഈ ചോറ് വെന്തെടുക്കണം. അതിങ്ങനെ വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കപ്പലേണ്ടിയൊക്കെ നല്ലോണം വറവായിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് നമുക്ക് കോരിയെടുക്കാം. ഇത് പൊട്ടുകടലയും കപ്പലേണ്ടിയാണ്, അത് നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് വറക്കേണ്ടത് കശുവണ്ടി.
കശുവണ്ടി അതേപോലെ തന്നെ അത് മൂപ്പിച്ചെടുക്കണം. കശുവണ്ടി മൂത്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് മുന്തിരിങ്ങ ഇടാം. മുന്തിരിങ്ങ കഴുകിയത് അതിൻ്റെ വെള്ളമയമുണ്ട്, അതും നല്ലോണം മൂപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മൾ ചോറ് കണ്ട് നല്ല വെന്ത് വരുന്നുണ്ട്. ഇത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ രണ്ടാമത് ഇത്രയും മൂപ്പിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ചോളം അതും വറുത്ത് വരാം. നമുക്ക് ഐസ്ക്രീമിനകത്തൊക്കെ സലാഡിനകത്തൊക്കെ ഇട്ട് കഴിക്കാൻ നല്ലതാണ് കേട്ടോ ഇത്. അതും നമുക്ക് വറുത്ത് വരാം. ഇനി നമുക്ക് അതിനകത്ത് കറിവേപ്പില കുറച്ച് വറുത്ത് എല്ലാം വറുത്ത് കോരി മാറ്റണം കേട്ടോ. നല്ലോണം മൂക്കണം. അത് ഒറ്റ പോയി നല്ല കരുരുവാ കിടക്കണം. ഇപ്പോൾ നമ്മളെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ വറുക്കുമ്പോൾ നല്ല മണമാണ്. നമുക്ക് വറുത്ത് വരാനായിട്ടുള്ളത് നമ്മളെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഒന്നും ചോറിൻ്റെ കൂടെ അതേപോലെ എടുത്തിടുന്നില്ല, എല്ലാം വറുത്ത് കോരി തന്നെ ഇടണം. അല്ലാതെ ചോറിൻ്റെ കൂടെ ഇതിടത്തില്ല കേട്ടോ. എല്ലാം വറുത്ത് കോരണം. അപ്പോൾ അതും വറുത്തിട്ടുണ്ട്, അതും കോരിയെടുക്കാം. എന്തോയെന്ന് നോക്കാം. വേണ്ടേ, ചോറൊക്കെ നല്ല തേങ്ങാപ്പാലിനകത്ത് നല്ല വറ്റിയിട്ടുണ്ട്. വേണമെന്നുള്ള ഇഷ്ടമുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. കണ്ടില്ലേ, ചോറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ആ തേങ്ങാപ്പാലിനകത്ത് തന്നെ ഇടുന്നത്. കാരണം നമ്മൾ ഒറ്റ വേവിൽ ഒന്ന് വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് ഒറ്റ തേങ്ങാപ്പാലിനകത്ത് വേവിച്ചെടുത്ത ചോറ്, എന്നാലേ ഇത് രുചി കാണത്തുള്ളൂ കേട്ടോ. അത് സാധാരണ പുഴുക്കലരി ആയതുകൊണ്ട്. മറ്റേ സാധാരണ റൈസാണ്, മറ്റേ ബിരിയാണി റൈസാണെങ്കിൽ നമുക്ക് അളവിനനുസരിച്ച് തേങ്ങാപ്പാൽ 2-ാം പാൽ എടുത്തിട്ട് അതിനകത്ത് തന്നെ വേവിച്ചെടുത്തിട്ട് വറ്റി വരുമ്പോൾ 1-ാം പാൽ ചേർത്ത് വറ്റിച്ചെടുക്കാം. കണ്ടില്ലേ, ഇനി നമുക്ക് അതിനകത്ത് ചേർക്കാം. ഇത് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു ശകലം നെയ്യ്, ടേസ്റ്റിന് വേണ്ടി ശകലം നെയ്യ്. നമ്മൾ ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, സവാള വറുത്തത്, കപ്പലേണ്ടി, പൊട്ടുകടല വറുത്ത് വെച്ചതിന് കുറച്ച് കറിവേപ്പില, കുറച്ച് കശുവണ്ടിയും മുന്തിരിങ്ങയും വറുത്തത്, ഇതിന് കറിയൊന്നും വേണ്ട കേട്ടോ. കുറച്ച് തേങ്ങ. ഈ കറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളെ ചോറ് റെഡി. ഇനി നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഒന്ന് അടച്ച് വയ്ക്കുക. ഒന്ന് ചെറുതായിട്ടൊരു ഇച്ചിരി ഒന്ന് ചൂടാവുന്നതിന് വരെ അടച്ച് വെച്ചേക്കാം. അപ്പോൾ ഇനി പ്ലേറ്റിലോട്ട് മാറ്റി ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, കുറച്ച് കശുവണ്ടി അതിൻ്റെ പകുതി ഇട്ടിട്ടുണ്ട്, കുറച്ച് സവാള വറുത്തിട്ടിട്ടുണ്ട്, അതേപോലെ തേങ്ങ ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ ചോളം വറുത്തത്. ഇത് ചോളം വറുത്തത് ഇപ്പോഴല്ല, കഴിക്കാൻ നേരത്ത് ഈ ചോളവും ഇച്ചിരി ശകലം മിച്ചർ, എരിയില്ലാത്ത മിച്ചർ അതും കൂടെ ഇങ്ങനെ വിതറിയിട്ട് ഇങ്ങനെ കോരി കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇഷ്ടം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ. ബാക്കി സാധനങ്ങളൊക്കെ ഇച്ചിരി ഇടണം. കപ്പലേണ്ടിയും പൊട്ടുകടലയൊക്കെ ആവശ്യത്തിന് വേണം, കുറച്ച് തേങ്ങ വേണം, ഒരു സവാള അരിഞ്ഞ് വറുത്തത് വേണം. ഇപ്പോൾ നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കപ്പലേണ്ടിയും കടലയും എല്ലാം ഇട്ട തേങ്ങാച്ചോറാണ്. ഇനി നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് കഴിക്കാൻ എടുത്ത് വയ്ക്കുമ്പോൾ മാത്രം കുറച്ച് തേങ്ങ, കുറച്ച് കശുവണ്ടി, കുറച്ച് ചോളം വറുത്തത്, പിന്നെ ഇത്തിരി കറിവേപ്പില, സവാള വറുത്തത്,
ഇതിങ്ങനെ വെച്ചിരുന്നാൽ മാത്രം മതി. ഇഷ്ടമുള്ളൂ ഇതൊരു മുട്ട വറുത്തതും കൂടെ വേണമെങ്കിൽ കഴിക്കാം ഇതിൻ്റെ കൂടെ. ഇത് മിക്സ് ചെയ്ത് ഇത് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ കഴിച്ചാൽ മതി. നല്ല രുചി. ഇതിൻ്റെ കൂടെ മിച്ചർ, എരിയില്ലാത്ത മിച്ചർ ഞാൻ കാണിച്ചു തരാം. ആ മിച്ചർ തന്നെ വേണം കേട്ടോ. ഈ മിച്ചർ തന്നെ, മുതിരയൊക്കെ ഉള്ള ഈ മിച്ചർ തന്നെ ഇതിന്, ഈ ചോറിന് ടേസ്റ്റ് ഉള്ളത് കേട്ടോ. പക്ഷേ എരിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ എരി മിച്ചർ ഉപയോഗിക്കാം. ഇതും കൂടെ ഇങ്ങനെ ഇട്ട് കഴിച്ചാൽ മാത്രം മതി. കറിയുടെ ആവശ്യമേ ഇല്ല. വേണമെങ്കിൽ ഒരു മുട്ട വറുത്തത് ഇതിൻ്റെ കൂടെ കഴിക്കാം. വേറെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ എടുത്ത് ഓരോ സ്പൂണ് ഇങ്ങനെ കഴിച്ചാൽ മാത്രം മതി. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ചോറൊക്കെ ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാകും. തക്കാളി ചോറിനെക്കാട്ടിയൊക്കെ രുചിയായത് കേട്ടോ. പുളി ഇഷ്ടപ്പെടാത്തവർക്ക് ഇച്ചിരി ഇങ്ങനെ തേങ്ങയിലൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ തേങ്ങാച്ചോറ് നല്ല രുചിയാണ് കേട്ടോ. വേറെ വെറൈറ്റിയൊക്കെ ചിലവരൊക്കെ വേറെ രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ തേങ്ങാച്ചോറ് ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. കഴിക്കാനും നല്ല രുചിയാണ്. രണ്ടും ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിക്കാൻ നല്ല, ഒന്നും വേണ്ട, കറിയൊന്നും വേണ്ട, വെറുതെ കഴിക്കാം. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു.